കോൺഗ്രസ് നേതാവ് വി.ആർ. അനൂപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വരുന്ന വിവരങ്ങൾ, പ്രതികരണങ്ങളെല്ലാം സംശയ മുനയിലേക്ക് ആളുകളെ എത്തിക്കുന്ന തരത്തിലായിരുന്നു. ഇല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡിനെ ചോദ്യമുനയിൽ നിർത്തുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നു. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത്, വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് വലിയ കണ്ടെത്തലുകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ദേവസ്വം ബോർഡ് എന്തെങ്കിലും കണ്ടെത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വളരെ തുടക്കം മുതലേ ഇതിൽ ചില ആളുകളെ സംരക്ഷിക്കാൻ, ചില വിവരങ്ങൾ കൊഴിച്ചു മൂടാനുള്ള ആസൂത്രിതമായ പരിശ്രമമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, UDF മുന്നണി നേതൃത്വം വലിയ പ്രതിഷേധ സമരങ്ങൾ അനൗൺസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു ഗത്യന്തരമില്ലാതെ അവിടെ ചില ദുരൂഹമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ദേവസ്വം ബോർഡിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് കരുതുന്നില്ല. ഈ കൃത്യം ചെയ്തവർക്ക് അതാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് അദ്ദേഹം സർവീസിലുള്ളത് കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, പേരിനൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് മതിയോ എന്നുള്ളതാണ്. തീർച്ചയായും ഇവിടെ ഏതെങ്കിലും വ്യക്തിയെ മാത്രം സസ്പെൻഡ് ചെയ്ത് അയാളെ മാത്രം ബലിയാടാക്കി രക്ഷപ്പെടാൻ കഴിയില്ല. കൃത്യമായ പിന്തുണ സിസ്റ്റത്തിനകത്ത് നിന്ന്, ദേവസ്വം ബോർഡിനകത്ത് നിന്ന്, അധികൃതർ ഭാഗത്ത് ധരിച്ചിരിക്കുന്ന അത് തുടക്കം മുതലേ മൂടിവെക്കാൻ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ശ്രമിച്ചു. പക്ഷേ പ്രത്യേകിച്ച് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ എടുത്തു പറയണം, കേരളത്തിൽ പലപ്പോഴും ക്ഷേത്ര സംരക്ഷകരാണ് എന്ന് അവകാശപ്പെടുന്ന, വിശ്വാസികളുടെ കുത്തക അവകാശപ്പെടുന്ന സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് BJP ഇന്ന് വരെ ഒരു സമരം പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് വളരെ കൃത്യമായി നിലപാടെടുത്തത് UDF ആണ്, കോൺഗ്രസ് നേതൃത്വം മുന്നണിയാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് പേരിനെങ്കിലും ദേവസ്വം ബോർഡിന് സർക്കാരിന് നീങ്ങുന്നത്. ശരി, താങ്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം സഭയിലെ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത്ര വലിയ കൊള്ള ശബരിമല പോലൊരു സ്ഥലത്ത് സംഭവിച്ചിട്ട് പ്രതിപക്ഷം ഇത്ര പ്രതികരിച്ചാൽ മതിയോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ പ്രക്ഷോഭ സമരങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സമരങ്ങൾക്ക് അതിൻ്റെതായ രീതിയുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ ഉയർത്തിക്കൊണ്ട് തന്നെ പ്രക്ഷോഭങ്ങളായി മുന്നോട്ട് പോകും. ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ അനൗൺസ്. കോൺഗ്രസ് നേതാവ് വി.ആർ. അനൂപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസിന്റെ സമര രീതിയുമായി അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതിഷേധിക്കും എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.